ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2026 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീജിയൻ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. റീജിയൻ സബ് ഡിവിഷന് മുന്നുള്ള ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് പറയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഫിസിക്കൽ ഫീച്ചേഴ്സ്, ജിയോളജിക്കൽ റീജിയൻസ്, ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ, ഡെപ്പോസിഷണൽ വേരിയേഷൻ, ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ, മാപ്പ് 3.3 ജോഗ്രഫിക്കൽ റീജിയൻസ് ഓഫ് ഇന്ത്യ. ഇപ്പം ഇതിന് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്ത ടോപ്പിക്സ് എന്ന് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ പറഞ്ഞത് വേറെയും കുറേ ടോപ്പിക്സ് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ചാപ്റ്റർ 3 CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിലെ ഇന്ത്യൻ ജോഗ്രഫിയിലെ റീജിയൻ സബ് ഡിവിഷൻ നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്, മറന്നുപോയി, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. റീജിയൻ സബ് ഡിവിഷനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നതാണ്. കുറേ ടോപ്പിക്സുകൾ ഇതിന് ശേഷം വരുന്ന ടോപ്പിക്സൊക്കെ ദ പഞ്ചാബ് പ്ലെയിൻ, ദ ഗംഗ പ്ലെയിൻ, ദ ഡെൽറ്റൈക് പ്ലെയിൻ, ദ ബ്രഹ്മപുത്ര പ്ലെയിൻ, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. ഈ ടോപ്പിക്സൊക്കെ നമ്മൾ 20/11/2025 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷവും നമ്മൾ 2026 വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. പ്ലീസ് ഫോർഗിവ്നെസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ റീജിയൻ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോ ഏകദേശം ഒരു നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെൻ്റ് എന്നുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ റേഡിയോ ഫ്രീക്വൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 2 വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലും ഈ ടോപ്പിക്സ് തന്നെ എന്നുവെച്ചാൽ റീജിയൻ സബ് ഡിവിഷൻ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് നമ്മൾ ഇപ്പോഴാണ് ഒരു തീരുമാനത്തിലെത്തിയത്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഫ്ലൈറ്റ് മോഡൽ ഓൺ ചെയ്യാതെയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. വെച്ചാൽ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് റിസീവർ ഒഴിവാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിലും RFൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്ത വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് മൈക്രോഫോൺ റിസീവറും യൂസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തത് മൈക്രോഫോൺ ഫ്ലൈറ്റ് മോഡ് ഒരാശുടി പറയാണ്, നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓണാക്കി റിസീവറും മൈക്രോഫോണും വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ റേഡിയോ ഫ്രീക്വൻസിയുടെ നല്ല സൗണ്ട് വരുന്നുണ്ട്. രണ്ടാമത് ചെയ്ത വീഡിയോ ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓണാക്കിയിട്ട് മൈക്രോഫോൺ മാത്രം യൂസ് ചെയ്തു, റിസീവർ ഒഴിവാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തു. 2 ടൈപ്സ് ആയിട്ട് ചെയ്ത് മൈക്രോഫോൺ, ഫ്ലൈറ്റ് മോഡ്, റിസീവർ, പിന്നെ ഫ്ലൈറ്റ് മോഡ് ഓൺലി മൈക്രോഫോൺ, അവൈഡ് റിസീവർ, അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിലിപ്പോൾ ബെറ്റർ ആയിട്ടുള്ള വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത് ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയിട്ട് മൈക്രോഫോൺ മാത്രം യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയേക്കുന്നത്. റിസീവർ ഒഴിവാക്കിയേക്കാണ്. കാരണം എന്താ വെച്ചാൽ റിസീവർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ RFൻ്റെ പ്രോബ്ലംസ് കാര്യമായിട്ട് വരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പരീക്ഷണാർത്ഥമാണ് 2 വീഡിയോ ചെയ്തേക്കുന്നത്. അതിലൊക്കെ നമ്മൾ റീജിയൻ സബ് ഡിവിഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക്സൊക്കെയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ വീഡിയോസ് നിങ്ങൾ റീജിയൻ സബ് ഡിവിഷനെ കുറിച്ച് വാച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസൊക്കെ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനേ നമുക്കാവുള്ളൂ. ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ചില വീഡിയോസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസീവർ യൂസ് ചെയ്തേക്കുന്ന വീഡിയോയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കാതെ വീഡിയോ ചെയ്തേക്കണേലും RFൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു രീതിക്ക് നമ്മൾ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഈ RFൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ്
നമ്മളത് എടുത്ത് പറയുന്നത്. അപ്പോൾ ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക RFൻ്റെ പ്രോബ്ലംസൊക്കെ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. നമുക്ക് റീജിയൻ സബ് ഡിവിഷൻ ഇതിപ്പോൾ ഓർഡിനറി വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇനി സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യില്ല. എല്ലാ വീഡിയോയിലും നമ്മൾ പ്ലീസ് ഫോർഗിവ്നെസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ RFൻ്റെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ വോളിയം ഒരു മിനിമത്തിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ RFൻ്റെ പ്രോബ്ലംസ് നമുക്ക് അത്ര ഡിസ്റ്റർബൻസ് ആയിട്ട് വരില്ല. അത്യാവശ്യം സൗണ്ട് കുറച്ച് കുറയും, എന്നാലും RFൻ്റെ പ്രോബ്ലംസ് അധികം വരില്ല. നമ്മൾ റിസീവർ മൈക്രോഫോണും ഫ്ലൈറ്റ് മോഡും വെച്ച് ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട്, പക്ഷേ RFൻ്റെ പ്രോബ്ലംസും അതേ രീതി തന്നെ വരുന്നൊരവസ്ഥ വരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിസീവർ ഒഴിവാക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മൈക്രോഫോൺ മാത്രം യൂസ് ചെയ്ത് ഫ്ലൈറ്റ് മോഡ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സൗണ്ട് കുറവ് വരുന്നുണ്ട്, എന്നാൽ RF എന്താ പറയുക നല്ല ബെറ്ററായ രീതിയിലാണ് നിൽക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിളും പിന്നെ കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റായ രീതിയിലും വരുന്നത് മൈക്രോഫോൺ യൂസ് ചെയ്യുക, റിസീവർ ഒഴിവാക്കുക എന്നുള്ളൊരു സ്റ്റൈലാണ്. എനിക്ക് ആദ്യം അത്ര താല്പര്യമായില്ല, കാരണം റിസീവർ ഉപയോഗിക്കുമ്പോൾ നല്ല സൗണ്ടാണ്. ഇതിപ്പോൾ സൗണ്ടൊക്കെ ഭയങ്കര എന്താ പറയുക അത്ര പെർഫെക്റ്റായ രീതിയിൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സൗണ്ട് കാര്യമായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളാണ് നമുക്ക് വീഡിയോ. ശരിക്കും സൗണ്ട് അത്രയും ക്വാളിറ്റിക്ക് പ്രാധാന്യം ഉണ്ടല്ലോ. പക്ഷേ RFൻ്റെ പ്രോബ്ലംസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാർഗ്ഗമേ അവലംബിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വിഷമത്തോടെ ആയാലും റിസീവർ നമ്മൾ ഒഴിവാക്കിയാണ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോളിയത്തിൻ്റെ കാര്യം നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. അത് നല്ലൊരു വീഡിയോ, വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങളും ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ടോപ്പിക്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ തെറ്റായ കമൻസ് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയിലെ ഡ്രോബാക്സ് അടക്കം നമ്മളെടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജോഗ്രഫിയിൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ റീജിയണൽ സബ് ഡിവിഷൻ. From Punjab in the west to Assam in the east, the Indus-Ganga-Brahmaputra plain can be divided into a number of segments based on the difference in local relief. A. The Punjab Plain. The Punjab Plain is formed by the sediments carried by 5 rivers Chalam, Chenab, Ravi, Beas and Satluj flowing through the region. The whole plain is the combination of 5 dobes which are filled up by the sediments to form a homogeneous plain. The Punjab Plain is formed by the sediments carried by 5 rivers Chalam, Chenab, Ravi, Beas and Satluj flowing through the region. The whole plain is the combination of 5 dobes which are filled up by the sediments to form a homogeneous plain. The dobes from east to west are 1. The Jalandhar Dobe between the Beas and Satluj, 2. The Badi Dobe between the Ravi and the Chenab, 3. The Rachna Dobe between the Chenab and the Chalam, 4. The Chaj Dobe between the Chenab and the Chalam, 5. The Sindh Sagar Dobe between the Chalam and the Indus, and 6. Bari Dobe between the Beas and the Ravi. The eastern part of the Punjab is relatively flat, but the northern part is extensively eroded by the numerous streams coming down from the Shivalik hills. The network of such streams is locally known as chokes. The erosion by the chokes is quite common in Hoshiarpur district of Punjab. The floodplains of Kardar is called Bet and its border is called Daya. This area used to suffer from floods. Out this has fertile land suitable for agriculture. On the southwestern Punjab and plain areas of Haryana,
There is some high relief created by very old rocks around 350 million years old in the form of mounds and sand dunes. B. The Ganga Plain. B. The Ganga Plain. The Ganga plain of Uttar Pradesh and Bihar is the combination of the Ganga Yamuna Doab and Midhila Plain. The area is formed out of the sediments brought by the Ganga, Yamuna, Gagra and their tributaries. The depth of alluvial soil ranges between 1000 and 2000 m. In north, the Babar and Terai belts are well developed in this region. However, most of the Terai forests are now cleared and the lands are put to agricultural uses. The plain slopes gradually to the southeast and is formed of the old Bangar alluvium, whereas the lowlands are formed of the newer Kedar alluvium. The slope between the two is called coal. The slope between the two is called coal, which is 5 to 80 m. Pure are an important feature of the Bangar upland and the higher sandy areas found in the form of ridges. They are made of bars of braided streams. These have developed on the eastern edge of Ganga in Bijnor and Moradabad districts. A common feature of the Kedar area is the terraces, both new and old. All of the old terraces are not so visible because of their gradual depletion due to erosional activities, but the new terraces are clearly visible. The relief of the Ganga plain from Uttar Pradesh to the Delta region is more or less uniform. The far eastern plains have river cones formed by the northern and the southern tributaries. The Chambal, the Betwa and the Ken rivers descend the peninsular plateau. The Chambal, the Betwa and the Ken rivers descend the peninsular plateau. Although they not deposit much sediments, but in conjunction with the peninsular spur create some complicated depressions called ravine areas or badland areas. Although they not deposit much sediments, but in conjunction with the peninsular spur create some complicated depressions called ravine areas or badland areas. അപ്പോൾ നമ്മൾ പറഞ്ഞത് എ ദ പഞ്ചാബ് പ്ലെയിൻ, ബി ദ ഗംഗ പ്ലെയിൻ ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് സി ദ ഡെൽറ്റൈക് പ്ലെയിൻ. സി ദ ഡെൽറ്റൈക് പ്ലെയിൻ. സി ദ ഡെൽറ്റൈക് പ്ലെയിൻ. This consists of West Bengal and Bangladesh. Topmost part of the deltaic plain is now in Bangladesh. The whole deltaic plain is composed of old and new alluvium and mud and is full of marshy areas. The delta starts from the east of the peninsular block and extends through Hooghly, Bhagirathi to the Patma Meghna complex. The Piedmont plain east of peninsular block is also included in it. The Piedmont plain east of peninsular block is also included in it. To the north lies the Ganga-Brahmaputra Doab region, also called Para-Delta, and the Duras of Terai Belt. The Meghna and the Surma valleys lie to the east and the Peninsular Plateau to the west. The plain merges into Surma River plain and the Meghna plain in the east, whereas the Terai exists in the south. അപ്പോൾ സി ദ ഡെൽറ്റൈക് പ്ലെയിനാണ് പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. അടുത്തത് ഡി ദ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഡി ദ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഡി ദ ബ്രഹ്മപുത്ര പ്ലെയിൻ. The Brahmaputra plain extends from Sadi in the east to Dhubri
in the west. Its length is nearly 640 km and has a width of only 100 km or less. The plains formed of the Bermuda Plain extends from Sadia in the east to Dubry in the west. Its length is nearly 640 km and has a width of only 100 km or less. The plain is formed of the sediments brought by the Brahmaputra and its tributaries. The plain is gradually sloping from the east towards west, with the terraces developed in the north and south of it. This is a flood-prone area. The major portion of the Surma Valley, located to the south of Meghalaya Plateau, is now Bangladesh. The small part of the Surma Valley that falls within India is called Barak Valley. The Brahmaputra Plain. The Brahmaputra Plain extends from Sadia in the east to Dubry in the west. Its length is nearly 640 km and has a width of only 100 km or less. The plain is formed of the sediments brought by the Brahmaputra and its tributaries. The plain is gradually sloping from the east towards west, with the terraces developed in the north and south of it. This is a flood-prone area. The major portion of the Surma Valley, located to the south of Meghalaya Plateau, is now in Bangladesh. The small part of the Surma Valley that falls within India is called Barak Valley. അപ്പോൾ അത് ബ്രഹ്മപുത്ര പ്ലെയിൻ നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്, അതൊന്നും ദയവേത് ക്ഷമിക്കണം. ചില ഭാഗങ്ങളാണ് വരുന്നത്, പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ദ ഹിമാലയാസ്. The Himalaya is a mountain range in Asia, separating the Indian subcontinent from the Tibetan Plateau. The correct name for the range is Himalaya. Though the plural Himalayas are often used, the Himalayas, the highest mountain range in the world, extend along the northern frontiers of Pakistan, India, Nepal, Bhutan, and Myanmar. By extension, it is also the name of the massive mountain system, which includes the Himalaya proper, the Karakoram, the Hindu Kush, and a host of minor ranges extending from the Pamir north. Together, the Himalaya mountain system is the planet's highest and home to all 14 of the world's highest peaks. The 8,000ers, including Mount Everest, to comprehend the enormous scale of Himalayan peaks. Consider that Aconcagua at 22,841 ft, 6,962 m, is the highest mountain in the Andes, while there are over 30 peaks in the Himalaya exceeding 25,000 ft, 17,620 m. The Himalayas stretches across 5 nations: Pakistan, India, China, Bhutan, and Nepal. It is a source of 2 of the world's major river systems, the Indus Basin and the Ganga-Brahmaputra Basin. An estimated 750 million people live in the watershed area of the Himalayan rivers, which also includes Bangladesh. അപ്പോൾ ദ ഹിമാലയാസാണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ദയവേത് ക്ഷമിക്കുക. ഇനി ഒരു ഫിഗർ ഉണ്ട് ഇതിൽ തന്നെ, അത് നോക്കാം. ഫിഗർ 3.1, ദ ഹിമാലയൻ സിസ്റ്റം crosses view from south to north. Figure 3.1, the Himalayan system crosses view from south to north. നമ്മൾ സാധാരണ പേനയും കൊണ്ട് ടച്ച് ചെയ്താണ് പറയാറുള്ളത്, ഞാൻ പേന എടുത്തിട്ടില്ല, അപ്പോൾ ദയവേത് ക്ഷമിക്കണം. ആ രീതിക്ക് പറയുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും.
അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഫിഗർ 3.1 ദ ഹിമാലയൻ സിസ്റ്റം ക്രോസസ് വ്യൂ ഫ്രം സൗത്ത് ടു നോർത്ത്. Indo-Gangetic Plain, Shivalik or Outer Himalayas, Middle or Lesser Himalayas, Inner Himalayas, Ladakh Range, the Brahmaputra, Tasango Valley, Kailas Range, Tibetan Plateau, Kuen-Lan Slopes. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ഫിഗർ 3.1 ദ ഹിമാലയൻ സിസ്റ്റം ക്രോസസ് വ്യൂ ഫ്രം സൗത്ത് ടു നോർത്ത്. Indo-Gangetic Plain, Shivalik or Outer Himalayas, Middle or Lesser Himalayas, Inner Himalayas, Ladakh Range, the Brahmaputra, Tasango Valley, Kailash Range, Tibetan Plateau, the Kuen-Lan Slopes. ഫിഗർ 3.1 ദ ഹിമാലയൻ സിസ്റ്റം ക്രോസസ് വ്യൂ ഫ്രം സൗത്ത് ടു നോർത്ത് വയ്ക്കാം. അടുത്തത് ജിയോളജി ഓഫ് ഹിമാലയാസ്. ദ ഹിമാലയാസ് ആർ among the youngest mountain ranges on the planet. They were formed geologically as a result of the collision of the Indian subcontinent with Asia. This process of plate tectonics is ongoing, and the gradual northward drift of the Indian subcontinent still causes earthquakes. Lesser ranges just southward from the main body of the Himalayas at both the eastern and western ends. The geology of the Himalayas is a record of the most dramatic and visible creations of modern plate tectonic forces. The lofty Himalayas, which stretch over 2,900 km along the border between India and Tibet, are the result of an ongoing orogeny, the result of a collision between two continental tectonic plates. This immense mountain range was formed by huge tectonic forces and sculpted by unceasing denudation process of weathering and erosion. The Himalayas Tibet region is virtually the water tower of Asia. It supplies fresh water for more than 1/5 of the world population, and it accounts for a quarter of the global sedimentary budget. The topographically, the belt has many superlatives. The highest rate of uplift nearly 1 cm year at Nanga Parbat. The highest relief 8,848 m at Mount Everest, Komalgama, the source of some of the greatest rivers and the highest concentration of glaciers outside of the polar regions. This last feature earned the Himalayas its name, meaning in Sanskrit the abode of the snow. The abode of the snow, according to the modern theory of plate tectonics, their formation is a result of a continental collision or orogeny along the convergent boundary between the Indo-Australian plate and the Eurasian plate. The collision began in the upper Cretaceous period about 70 million years ago, when the north-moving Indo-Australian plate, moving at about 15 cm year, collided with the Eurasian plate by about 25 million years ago. This fast-moving Indo-Australian plate had completely closed the Tethys Ocean, whose existence has been determined by sedimentary rocks settled on the ocean floor and the volcanoes that fringed its edges. Since the sediments were light, they crumbled into mountain ranges rather than sinking to the floor. The Indo-Australian plate continues to be driven horizontally below the Tibetan Plateau
which forces the plateau to move upwards. The Arakan Yoma highlands in Myanmar and the Andaman and Nicobar Islands in the Bay of Bengal were also formed as a result of this collision. The Indo-Australian plate is still moving at about 2 cm a year, and over the next 10 million years, it will travel more than 180 km into Tibet. This leads to the Himalaya rising by about 5 mm a year, making them geologically active. The movement of the Indian plate into the Asian plate also makes this region seismically active, leading to earthquakes from time to time. The movement of the Indian plate into the Asian plate also makes this region seismically active, leading to earthquakes from time to time. അപ്പോൾ നമ്മൾ പറഞ്ഞത് ജിയോളജി ഓഫ് ഹിമാലയസ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് ഇത് ഏകദേശം ക്ഷമിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് ദ മേക്കിംഗ് ഓഫ് ദ ഹിമാലയാസ് നോക്കാം. ദ മേക്കിംഗ് ഓഫ് ദ ഹിമാലയാസ് ഡ്യൂറിങ് ലൈറ്റ് പ്രീ ക്യാംബ്രിയൻ ആൻഡ് ദ പാലിയോസോയിക് the Indian continent bounded to the north by the Cimmerian superterranees. During late Precambrian and the Paleozoic, the Indian continent bounded to the north by the Cimmerian superterranees was part of Gondwana and separated from Eurasia by the Paleotethys Ocean. During that period, the northern part of India was affected by a late phase of the so-called Cambro-Ordovician Pan-African event. Cambro-Ordovician Pan-African event, which is marked by an unconformity between Ordovician continental conglomerates and the underlying Cambrian marine sediments. Numerous granitic intrusions dated at around 500 mm magnanum 10 lakh years are also attributed to this event. In the early Carboniferous, an early stage of rifting is observed between the Indian continent and the Cimmerian superterranees. During the early Permian, this rift will develop into the Neotethys Ocean. From that time on, the Cimmerian superterranees drift away from Gondwana towards the north. Nowadays, Iran, Afghanistan and Tibet are partly made of this terranees. In the Norian 210 ma, a major rifting episode splits Gondwana into two parts. The Indian continent becomes part of East Gondwana together with Australia and Antarctica. However, the separation of East and West Gondwana together with the formation of oceanic crust occurred only in the Calovian 160-155 ma. The Indian plate then broke off from Australia and Antarctica in the early Cretaceous 130-125 ma with the opening of the South Indian Ocean. In the upper Cretaceous 84 ma, the Indian plate began its very rapid northward drift at an average speed of 16 cm a year, covering a distance of about 6,000 km. Covering a distance of about 6,000 km until the collision of the north-western part of the Indian Pacific margin with Eurasia in the lower Eocene 48-52 ma. Since that time and until today, the Indian continent continues its northwards ascent at a slower but still surprisingly fast rate of approximately 5 cm a year, indenting Eurasia by about 2,400 km and rotating by just over 33 degrees in a clockwise direction. While most of the oceanic crust was simply subducted below the Tibetan block during the northward motion of India,
while most of the oceanic crust was simply subducted below the Tibetan block during the northward motion of India. At least three major mechanisms have been put forward, either separately or jointly, to explain what happened since collision to the 2400 km of missing continental crust. The first mechanism also calls upon the subduction of the Indian continental crust below Tibet. The second is the extrusion or escape tectonics mechanism, which sees the Indian plate as an indenter that sequestered the Indo-China block out of its way. The third proposed mechanism is that a large part, approximately 1000 km of this 2400 km of crustal shortening, since collision was accommodated by thrusting and folding of the sediments of the passive Indian margin together with the deformation of the Tibetan crust, even though it is more than reasonable to argue that this huge amount of crustal shortening most probably results from a combination of these three mechanisms. It is nevertheless the last mechanism which created the high topographic relief of the Himalaya. The making of the Himalayas ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്തത് ടെക്ടോണിക് സബ്ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ് നോക്കാം. ടെക്ടോണിക് സബ്ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ്. Tectonic subdivisions of the Himalayas. One of the most striking aspects of the Himalayan orogen is the lateral continuity of its major tectonic elements. Since Blandford and Medlicote 1879 and Heim and Ganser 1939, the Himalayas is classically divided into four tectonic units that can be followed for more than 2400 km along the belt. The sub-Himalayas forms the foothills of the Himalayan range and is essentially composed of Miocene to Pleistocene molassic sediments derived from the erosion of the Himalayas. This molasses, known as Murie and Sivalik formations, are internally folded and imbricated. The sub-Himalayas is thrust along the main frontal thrust over the quaternary alluvium deposited by the rivers coming from the Himalayas, Ganges, Indus, Brahmaputra, which demonstrates that the Himalayas is still a very active orogen. The sub-Himalayas forms the foothills of the Himalayan range and is essentially composed of Miocene to Pleistocene molassic sediments derived from the erosion of the Himalayas. These molasses, known as Murie and Sivalik formations, are internally folded and imbricated. The sub-Himalayas is thrust along the main frontal thrust over the quaternary alluvium deposited by the rivers coming from the Himalayas, Ganges, Indus, Brahmaputra, which demonstrates that the Himalayas is still a very active orogen. Spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. B. The Lesser Himalayas. LHS is mainly formed by upper Proterozoic to lower Cenozoic detrital sediments from the passive Indian margin intercalated with some granites and acid volcanics.
The lesser Himalayas, LHS, is mainly formed by upper Proterozoic to lower Cenozoic detrital sediments from the passive Indian margin intercalated with some granites and acid volcanics. These low-grade sediments are thrust over the sub-Himalayas along the main boundary thrust. The LH often appears in tectonic windows, Kishtwar or Largi Kulu-Rambur windows, Kishtwar or Largi Kulu-Rambur windows within the high Himalayas crystalline sequence. Spelling mistake ദയവത് ക്ഷമിക്കാം. See the central Himalayan domain or high Himalayas. See the central Himalayan domain or high Himalayas. Forms the backbone of the Himalayan orogen and encompasses the areas with the highest topographical relief. It is commonly separated into 4 zones. 1. The High Himalayan Crystalline Sequence HHCS. Approximately 30 different names exist in the literature to describe this unit. The most frequently found equivalents are Greater Himalayan Sequence, Tibetan Slab and High Himalayan Crystalline. Is a 30 km thick medium to high grade metamorphic sequence of metasedimentary rocks, which are frequently intruded by granites of Ordovician 500 Ma and lower Miocene 22 Ma age. Although most of the metasediments forming the HHCS are of upper Proterozoic to lower Cambrian age. Much younger metasediments can also be found in several areas. Much younger metasediments can also be found in several areas. Mesozoic in the Tadi, Cycline and Varvan region. Mesozoic in the Tadi, Cycline and Varvan region. Permian in the Skeldoslice, Ordovician to Carboniferous in the Sarchu area. It is now generally admitted that the metasediments of the HHCS represent the metamorphic equivalent of the sedimentary series forming the base of the overlying Tethys Himalayas. It is now generally admitted that the metasediments of the HHCS represent the metamorphic equivalent of the sedimentary series forming the base of the overlying Tethys Himalayas. The HHCS forming a major nape which is thrust over the LHS along the main central thrust to the Tethys Himalayas. TH is an approximately 100 km large cyclinorium formed by strongly folded and imbricated, weakly metamorphosed sedimentary series. Several napes, termed North Himalayan napes, have also been evidenced within this unit. An almost complete stratigraphic record ranging from the upper Proterozoic to the Eocene is preserved within the sediments of the TH. Stratigraphic analysis of this sediments yield important indications on the geological history of the northern continental margin of the Indian continent from its Gondwanian evaluation to its continental collision with Eurasia. The transition between the generally low-grade sediments of the Tethys Himalayas and
The underlying low to high grade rocks of the HSCS is usually progressive. The transition between the generally low-grade sediments of the Tethys Himalayas and the underlying low to high-grade rocks of the HSCS is usually progressive. Yet in many places along the Himalayan belt, this transition zone is marked by a major extensional structure. The Central Himalayan Detachment System, also known as South Tibetan Detachment System or North Himalayan Normal Fault. 3. The Niamaling Tessomorai Metamorphic Dome NTMD. 3. The Niamaling Tessomorai Metamorphic Dome NTMD in the Ladakh region. The Tethys Himalaya cyclonarium passes gradually to the north in a large dome of green schist to ecologic metamorphic rocks. As with the HSCS, these metamorphic rocks represent the metamorphic equivalent of the sediments forming the base of the Tethys Himalaya. The Precambrian formation here is also included by several Ordovician 480 Ma granites. 4. The Lamayuru and Marca units. The Lamayuru and Marca units LMU are formed by flicks and olisdoliths deposited in a turbiditic environment on the northern part of the Indian continental slope and the adjoining Neotethys basin. The edge of the sediments ranges from Upper Permian to Eocene. The age of the sediments ranges from Upper Permian to Eocene. Spelling mistake കണ്ട് ദയവേത് ക്ഷമിക്കുക. The Central Himalayan domain. The Indus Suture Zone. The Indus Suture Zone ISZZ or Indus Yarlung Tasangbo Suture Zone or Indus Yarlung Tasangbo Suture Zone defines the zone of collision between the Indian plate and the Ladakh batholith, also Trans-Himalayas or Karakoram Lhasa block to the north. The Indus Suture Zone ISZZ or Indus Yarlung Tasangbo Suture Zone or Indus Yarlung Tasangbo Suture Zone defines the zone of collision between the Indian plate and the Ladakh batholith, also Trans-Himalayas or Karakoram Lhasa block to the north. The Suture Zone is formed by 1. The ophiolite melanges, which are composed of an intercalation of flakes and ophiolites from the Neotethys oceanic crust. The Dras volcanics, which are relicts of an Upper Cretaceous to Upper Jurassic volcanic island arc and consist of basalts, dacities, volcanoclastites, pillolavas, and minor radiolarian carats. 2. The Dras volcanics, which are relicts of an Upper Cretaceous to Upper Jurassic volcanic island arc and consist of basalts, dacities, volcanoclastites,
pillow lavas, and minor radiolarian caves. 3. The Indus Molasse, which is a continental clastic sequence with rare interbeds of marine saltwater sediments comprising alluvial fan, braided stream, and fluvio-lacustrine sediments derived mainly from the Ladakh batholith but also from the suitor zone itself and the Thedian Himalaya. These molasses are post-collisional and thus Eocene to post-Eocene. 4. ISZ represent the northern limit of the Himalayas. Further to the north is the so-called Trans-Himalayas or more locally Ladakh batholith, which corresponds essentially to an active margin of Andean type. Widespread volcanism in this volcanic arc was caused by the melting of the mantle at the base of the Tibetan block, triggered by the dehydration of the subducting Indian oceanic crust. Widespread volcanism in this volcanic arc was caused by the melting of the mantle at the base of the Tibetan block, triggered by the dehydration of the subducting Indian oceanic crust. D. The Indus suitor zone. D. D. The Indus suitor zone. D. The Indus suitor zone. ISZ or Indus Yarlung Tasangbo suitor zone defines a zone of collision between the Indian plate and the Ladakh batholith, also Trans-Himalayas or Karakoram-Lhasa block to the north. The suitor zone is formed by 1. The ophiolite melanges, which are composed of an intercalation of flaxics and ophiolites from the Neothetis oceanic crust. 2. The Dras volcanics, which are relicts of an upper Cretaceous to upper Jurassic volcanic island arc and consist of basalts, dacities, volcanoclastites, pillow lavas, and minor radiolarian caves. 3. The Indus Molasse, which is a continental clastic sequence with rare interbeds of marine saltwater sediments comprising alluvial fan, braided stream, and fluvio-lacustrine sediments derived mainly from the Ladakh batholith but also from the suitor zone itself and the Thedian Himalaya. These molasses are post-collisional and thus Eocene to post-Eocene. 4. ISZ represents the northern limit of the Himalayas. Further to the north is the so-called Trans-Himalayas or more locally Ladakh batholith, which corresponds essentially to an active margin of Andean type. Widespread volcanism in this volcanic arc was caused by the melting of the mantle at the base of the Tibetan block, triggered by the dehydration of the subducting Indian oceanic crust. Widespread volcanism in this volcanic arc was caused by the melting of the mantle at the base of the Tibetan block, triggered by the dehydration of the subducting Indian oceanic crust. അപ്പോൾ D. The Indus suitor zone ആണ് നമ്മൾ പറഞ്ഞത്. ISZ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയസ് ബോക്സിലുള്ളത് നോക്കാം. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയാസ്. Plains and valleys in Himalayas. The existence of the undulating erosional plains of Aksai, Jain, Diosea, Dipsang and Lixi Dang at high altitudes within the Himalayas. The existence of the undulating erosional plains of Aksai, Jain, Diosea, Dipsang and Lixi Dang at high altitudes within the
Himalayas indicates that these plains were formed due to erosional activities much before the formation of Himalayas. On the other hand, there are many small longitudinal valleys. They are of tectonic origin and they are known as Dons, Dara Don, Kyodri Don, Patli Don, and the Valley of Kashmir are some of the famous examples. പ്ലെയിൻസ് ആൻഡ് വാലീസ് ഇൻ ഹിമാലയസ് ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക. ഇനി സാഡിലൊരു ടോപ്പിക് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് നോക്കാം. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. നമ്മൾ എടുക്കാൻ ആഗ്രഹിച്ചത് ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയാസ് ആണ്. ആ ടോപ്പിക്ക് എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലേഷ്യേഴ്സും ഹിമാലയസും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ ക്ലാരിറ്റി എന്താ പറയുക ഇല്ലാത്തതിന് ദയവേത് ക്ഷമിക്കണം. ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ അടുത്ത ഉള്ളൊരു വീഡിയോ ആണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് നോക്കാം. ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയാസ്, ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ പാസസ് ഇൻ ഹിമാലയാസ്, ടേബിൾ 3.2 ഇമ്പോർട്ടൻ്റ് ഗ്ലേഷ്യേഴ്സ് ഓഫ് ദ ഹിമാലയ മൗണ്ടൻസ്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഫസ്റ്റിന് വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ വീഡിയോ ചെയ്തതെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നതൊക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയൻ സിസ്റ്റം, 1 ദ ഗ്രേറ്റർ ഹിമാലയാസ്, ദ LHS ഹിമാചൽ, ദ ഔട്ടർ ഓർ സൗത്തൺ ഹിമാലയാസ് ഓർ സിവാലിക്, ടേബിൾ 3.3 ഹിമാലയൻ റേഞ്ചസ്. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ നമ്മൾ സ്പോട്ടിൽ പറഞ്ഞു പോയിരുന്നു, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ക്ഷമിക്കണം എന്ന് പറയാനേ നമുക്ക് ആവുള്ളൂ. കുറേ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ദയവേത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മറക്കാതിരിക്കുക എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കാര്യം. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദ പേഴ്സൺ CCT മാനുവൽ 2023, ദ പേഴ്സൺ CCT മാനുവൽ 2025, ദ പേഴ്സൺ CCT മാനുവൽ 2024, ദ പേഴ്സൺ CCT മാനുവൽ 2026. 26ലെ വീഡിയോസ് ഒരുപാടില്ല, എന്നാലും ദ പേഴ്സൺ CCT മാനുവൽ 2024, ദ പേഴ്സൺ CCT മാനുവൽ 2025, ദ പേഴ്സൺ CCT മാനുവൽ 2023ലാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്, എന്നാലും വീഡിയോസൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ദ പേഴ്സൺ CCT മാനുവൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ വേറെ സെപ്പറേറ്റഡ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ നമ്മൾ ഓർഡർ അനുസരിച്ചല്ല വീഡിയോ ചെയ്തേക്കുന്നത്, ഓരോരോ ചാപ്റ്ററിൽ നിന്നായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നായിട്ടാണ് വീഡിയോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോസും ദയവായിട്ട് വാച്ച് ചെയ്യാം. നമ്മൾ കുറേ പോസ് ചെയ്തെടുത്തുകൊണ്ടാണ് ക്യാമറ ക്ലാരിറ്റി പോയത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ടോപ്പിക്സ് കവർ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ ക്ലാരിറ്റി എന്താ പറയുക നഷ്ടപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു 6 മണിക്കൂറോളം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ നമുക്ക് അത്രയും വന്നിട്ടില്ല ഇതിൻ്റെ ഹോൾസ് നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ വീഡിയോയില ഒരു ബേസിക്കല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ 1-2 വാക്കിലോ പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി പറയാണ്, തെറ്റുകൾ പറ്റാറുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എക്സ്പ്ലനേഷൻ നമുക്ക് ഒരുപാട് ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. CCT എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ പോരാ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാറുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചിലപ്പോൾ നിസ്സാര വേർഡ്സ് പോലും നമ്മൾ തെറ്റായിട്ട് പറയാറുണ്ട്. അതും ഒരു ശരിയായ രീതിയല്ല, പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. അതുമാത്രമല്ല ക്യാമറ ക്ലാരിറ്റി, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെല്ലാം വന്നാലാണല്ലോ ഒരു വീഡിയോ പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്കത്ര എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റില്ല.
കാരണം പല രീതിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥ ഇല്ല വീഡിയോയില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ എന്തായാലും പോസ് ചെയ്താലും നിങ്ങൾക്ക് വീഡിയോ റൈറ്റ് ചെയ്യും റീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതൊരു ബുക്ക് വായിക്കുന്ന പോലെ തന്നെ നമുക്ക് റീഡ് ചെയ്ത് പോവാം. അങ്ങനെയുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾ വാച്ച് ചെയ്യണമെന്നില്ല, അല്ലാതെയും നമുക്ക് ഈ വീഡിയോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിന് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ അടുത്ത വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഇതിൻ്റെ ബാലൻസ് ഭാഗം എന്ന് വെച്ചാൽ ഗ്ലേഷ്യേഴ്സ് ഓഫ് ഹിമാലയസ് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. കാരണം ക്യാമറ ക്ലാരിറ്റി പോയതുകൊണ്ടാണ് നമുക്ക് രണ്ടാമതൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ചെയ്യാൻ പറ്റുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും. അപ്പോൾ എന്തായാലും രാത്രി ചെയ്ത വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത വീഡിയോയും കൂടി നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നതിനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.